രാത്രി 2 മണി കഴിഞ്ഞ സമയം. റോഡിൽ നിന്നും വീട്ടിലേക്ക് കുറച്ചേറെ നടക്കാനുണ്ട്. ചുറ്റും നിശബ്ദത മാത്രം. ആ നിശബ്ദതയെ കീറി മുറിച്ചുകൊണ്ട് എങ്ങു നിന്നു ഒരു ശബ്ദം. ഭയന്നു വിറച്ചുകൊണ്ട് അവൻ ചുറ്റും നോക്കി. ഒരില പോലും അനങ്ങുന്നില്ല. പെട്ടെന്നാണ് ആ കാഴ്ച അവൻ കണ്ടത്. 8 അടി ഉയരമുള്ള ഒരു കറുത്ത രൂപം. ചുറ്റിനും ഇരുട്ടുമൂടി കിടക്കുമ്പോഴും നിലാവെളിച്ചത്തിൽ ആ രൂപത്തെ അവൻ വ്യക്തമായി കണ്ടു. അതിന് മുഖമുണ്ടായിരുന്നില്ല. തീക്കനൽ ജ്വലിക്കുന്ന 2 കണ്ണുകൾ അവനെ തന്നെ നോക്കി. നമ്മൾ ചെറുപ്പം തൊട്ടേ കേൾക്കുന്നതാണ് ഈ കഥകൾ, മാടൻ്റെ കഥകൾ. ആരാണ് മാടൻ? മാടൻ ശിവപാർവതി പുത്രനാണെന്നൊരു കഥ നിലനിൽക്കുന്നുണ്ട്. പാർവതി ദേവിക്ക് ഒരു ശാപം ലഭിച്ചിട്ടുണ്ട്. ഒരിക്കലും കുഞ്ഞിനെ പ്രസവിക്കാനാവില്ല എന്ന ശാപം. എന്നാൽ ഒരു കുഞ്ഞിന് വേണമെന്ന് അതിയായ ആഗ്രഹം ദേവിക്കുണ്ടാകുന്നു. ദേവി ആഗ്രഹം ശിവഭഗവാനെ അറിയിക്കുന്നു. അങ്ങനെ ഭഗവാൻ തൻ്റെ ജട പറിച്ച് താഴെ എറിയുന്നു. അതിൽ നിന്നും ഒരു തീപ്പൊരി തെറിച്ച് ദേവിയുടെ മടിയിൽ വീഴുന്നു. ആ തീയിൽ നിന്നും ഒരു കുഞ്ഞു പിറക്കുന്നു. അവനാണ് മാടൻ. മാടന് മനുഷ്യന്റെ രൂപമാണെങ്കിലും അവന് മുഖമില്ല. തീക്കനൽ പോലെ 2 കണ്ണുകൾ മാത്രം. മാടൻ തീപ്പന്തത്തിന്റെ രൂപത്തിലാണ് സഞ്ചരിക്കാറ് എന്നൊരു വിശ്വാസവും നിലവിലുണ്ട്. കൈലാസത്തിൽ ജീവിക്കുന്ന സമയത്ത് തന്നെ മാടന് ചുടലപ്പറമ്പിൽ ജീവിക്കാൻ ഒരുപാട് ഇഷ്ടമായിരുന്നു. അങ്ങനെ മാടന് ചുടലമാടൻ എന്ന പേര് ലഭിച്ചു. മാടന്റെ കാലിൽ എപ്പോഴും ഒരു ചങ്ങലയുണ്ടാകും. അതും വലിച്ചുകൊണ്ടാണ് മാടൻ നടക്കാറ്. ചങ്ങലയും കൊണ്ട് നടക്കുന്നത് തന്നെ മാടനെ ചങ്ങലമാടൻ എന്ന് വിളിക്കുന്നു. രാത്രിയിൽ യാത്ര ചെയ്യുമ്പോൾ മുമ്പിലൂടെ പോകുന്ന തീകോളം, അതാണ് തീച്ചൂട്ടുമാടൻ. എന്തായാലും ഇത്തരം വ്യത്യസ്തമായ പേരുകൾ ഭയപ്പെടുത്തുന്നുണ്ടെങ്കിലും വിശ്വസിക്കുന്നവർക്ക് മാടൻ ദൈവമാണ്. കേരളത്തിൽ കറുപ്പുസ്വാമി എന്നറിയപ്പെടുമ്പോൾ തമിഴർക്ക് മാടൻ കറുപ്പയ്യാണ്. മദ്യം, ചുരുട്ട്, മൃഗത്തിൻ്റെ രക്തം എന്നിവ ഇഷ്ടവസ്തുക്കളാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങളുടെ സ്വന്തം നിച്ചു.